ദേശാഭിമാനികളെ, പ്രേക്ഷകരെ, ശ്രോതാക്കളെ, മിത്രങ്ങളെ, കേരളം സംഭവബഹുലമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന അവസരമാണ് ഇത്. ഈ ആഴ്ചയിലെ സുപ്രധാന സംഭവം ഒന്നിലേറെ പ്രാധാന്യമർഹിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് എങ്കിലും അതിപ്രധാനമായ സംഭവങ്ങളിൽ ഒന്ന് കൊല്ലത്ത് അരങ്ങേറി തുടർന്നുകൊണ്ട് ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ 24ാം പാർട്ടി സമ്മേളനമാണ്. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാകത്തക്കവണ്ണം വിജയിപ്പിക്കുവാൻ അവരുടെ പ്രസ്ഥാനവും ഗവൺമെൻറ് കൈവശമുള്ള ഒരു പ്രസ്ഥാനത്തിന് കഴിയുന്ന എല്ലാ മികവോടും കൂടി പ്രവർത്തകരുടെ ശക്തിയും ആത്മാർത്ഥതയും പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു സമ്മേളനമാണ് ഇത്. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞാൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഏറെക്കുറെ ആസന്നം ആയിരിക്കുന്ന ഒരവസരത്തിലാണ് ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഇത് രണ്ടും കണ്ടുകൊണ്ട് പാർട്ടി സമ്മേളനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യവും മികവുമെല്ലാം അവർ ഏറ്റെടുത്തിരിക്കുന്നു, അവർ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ശരി. എല്ലാ അലംഭാവങ്ങളും ഉപേക്ഷിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ അത്യാവേശത്തോടെ ഈ സംരംഭത്തെ അക്ഷരാർത്ഥത്തിൽ ആഘോഷമോ ഉത്സവമോ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 1% അസൂയ സ്പർശിക്കാത്ത മനസ്സോടെ അവരുടെ സംഘടിത വീര്യം കേരളത്തിൻ്റെ ഭരണം വീണ്ടും പിടിക്കാൻ കഴിയുമോ എന്ന പരിശോധനയുമായി ബന്ധപ്പെടുത്തി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണ് ഇത്. അധികാരം കയ്യിലുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രത്യേക പരിശീലനം ആവശ്യമില്ല. അധികാരം കയ്യിലുണ്ടായിരുന്ന എല്ലാ കാലത്തും അത് ഫലപ്രദമായി അടുത്ത അധികാരത്തിൻ്റെ വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് പ്രയോജനപ്പെട്ടത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനെ തുടർന്ന് വീണ്ടും 5 വർഷം കഴിഞ്ഞുണ്ടായ തെരഞ്ഞെടുപ്പിൽ അനായാസം സംസ്ഥാനത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു. അത് കിറ്റ് വഴിയാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ ആലങ്കാരിക പദങ്ങൾ ഉപയോഗിച്ചാലും അത് വിജയിക്കാൻ കഴിഞ്ഞത് വിജയം തന്നെയാണ്. വിജയത്തെ പിന്നെ പൊള്ളിച്ചും പരിഹസിച്ചും പറഞ്ഞിട്ട് കാര്യമില്ല. വിജയം ഒന്നേ ഉള്ളൂ. ആ വിജയം വീണ്ടും കരസ്ഥമാക്കാൻ ഇടത് മുന്നണിക്ക് സാധിച്ചു. ഇടത് മുന്നണി എന്ന് പറയുന്നത് ഭംഗിക്ക് പറയുന്നതാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ ശക്തിയാണ്. അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ഇനിയും 15 മാസം കഴിഞ്ഞാൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ്. ത്രിതല പഞ്ചായത്തിലേക്കും കോർപ്പറേഷൻ തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പും വളരെ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇതെല്ലാം കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു പഞ്ചമുഖി പ്രവാഹമായി ഒഴുകാൻ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരുക്കം കണ്ടാൽ മനസ്സിലാകും. അതിനുള്ള പിന്തുണയും അതിനുള്ള മുന്നൊരുക്കവും അതിനുള്ള പരിശ്രമവും അവർ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വേണ്ടത്ര ആവേശത്തോടെ അത് ഏറ്റെടുക്കാൻ അവരുടെ പ്രധാന പ്രവർത്തകർ എല്ലാം മറന്ന് മുന്നിൽ നിൽക്കുകയാണ്.
ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നവർക്ക്, ഒരു മനസ്സോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നവർക്ക് കൊയ്തെടുക്കാൻ കഴിയുന്ന ഒന്നാണ് വിജയത്തിൻ്റെ വിളവ്. അത് അനായാസം നിർവഹിക്കാനുള്ള മെത്തഡോളജി എന്താണെന്ന് കഴിഞ്ഞ, അതായത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പിണറായി ഗവൺമെൻറ് കാണിച്ചു കൊടുത്തു. 57 ആദ്യം അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് നടപടികളിൽ പാളിച്ച പറ്റിയപ്പോൾ അത് മുത്തൻ അബദ്ധമായിപ്പോയി എന്ന് തിരിച്ചറിയാനും പല മേഖലകളിലും ഗവൺമെൻറ് കടന്നു വരേണ്ട കാര്യമില്ലെന്നും അതൊക്കെ പരമ്പരാഗതമായി കൈവശം വച്ചിരിക്കുന്നവരുടെ കയ്യിലിരിക്കട്ടെ എന്ന് ധരിക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിവേകോദയമുണ്ടായി. 1957 ആദ്യത്തെ ഗവൺമെൻറ് കൈവച്ചത് വിദ്യാഭ്യാസ മേഖലയിൽ അധീശന്മാരായി പ്രവർത്തിച്ച മാനേജ്മെൻറ്റുകൾക്കെതിരെയാണ്. ഭൂസ്വാമിമാരെ അല്ല അവർ അന്ന് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. വിദ്യാഭ്യാസ കുത്തകകളെ മുതലാളി വർഗത്തിൻ്റെയും ജന്മിവർഗത്തിൻ്റെയും പ്രതീകമായി കണ്ടുകൊണ്ട് വിദ്യാലയങ്ങളുടെയും കലാലയങ്ങളുടെയും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന വൻ ശക്തികളെ ഒരുമിച്ച് മറിക്കാൻ അവർ തീരുമാനിച്ചു. ക്രൈസ്തവ, ഇസ്ലാമിക, NSS, SNDP എല്ലാ മാനേജ്മെൻറ്റുകൾക്കും എതിരെ അവർ യുദ്ധം പ്രഖ്യാപിച്ചു. പക്ഷേ മഹാനായ മന്നത്ത് പത്മനാഭനും തിരുമേനിമാരും മറ്റ് വ്യത്യസ്ത മാനേജ്മെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നവരുമെല്ലാം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നീക്കത്തിനെതിരെ ഒരുമിച്ചണിനിരന്നു. മുണ്ടശ്ശേരിയെപ്പോലെ അതിപ്രഗത്ഭനായ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ വീക്ഷണങ്ങളെയൊക്കെ വരഞ്ഞുകെട്ടി നിലയ്ക്ക് നിർത്താൻ EMSനെ പോലെ തന്ത്രങ്ങളുടെ ഉസ്താദ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിശേഷിപ്പിക്കുന്ന നേതാവിനെ ഒക്കെ വരഞ്ഞുകെട്ടി വരുതിക്ക് വരുത്താൻ അന്നത്തെ മാനേജ്മെൻറ്റുകൾക്ക് സാധിച്ചു. എത്ര പെട്ടെന്നാണ് 57 ശേഷമുള്ള രാഷ്ട്രീയ കാലാവസ്ഥകളെ അപഗ്രഥിച്ചുകൊണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെന്നെത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസം ഗവൺമെൻറ് നോക്കേണ്ട കാര്യമില്ല, അത് നടത്താൻ കഴിയുന്ന മാനേജ്മെൻറ്റുകൾ അവരുടെ സൗകര്യം പോലെ നടത്തിക്കൊള്ളട്ടെ, പഠിക്കാൻ കഴിയുന്നവൻ പഠിച്ചു കൊള്ളട്ടെ, ഇല്ലാത്തവൻ അവനവന് ഇഷ്ടമായ തൊഴിലുകളിൽ ഏർപ്പെട്ടു കൊള്ളട്ടെ. തൊഴിലുകൾ ഇവിടെ ധാരാളം ഉണ്ടല്ലോ. പിടിച്ചുപറി, പോക്കറ്റടി, കഴുത്തുവെട്ട്, കൈകാൽ വെട്ട്, അവയവവേട്ട, ഇങ്ങനെ എന്തെല്ലാം തൊഴിലവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, പുതുതായി പൊന്തി വരുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന തൊല്ലയിലേക്ക്, ചിലടത്തൊക്കെ സൊല്ല എന്ന് പറയും, ആ തൊല്ലയിലേക്ക് ഇനി കടക്കണ്ട എന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഏറെക്കുറെ തീരുമാനിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുകളുടെ കുത്തകകൾ എന്ന് വിളിച്ചുകൊണ്ട് കോളേജുകൾക്കും വിദ്യാലയങ്ങൾക്കും നേരെ മുദ്രാവാക്യവുമായി കുതിച്ചു പാഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് ആ കേന്ദ്രങ്ങൾ മറന്നിരിക്കുന്നു. അത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരും മുൻപ് നടത്തിക്കൊണ്ടിരുന്നവരും ഇനി നടത്താൻ പോകുന്നവരും അത് അന്യരാജ്യക്കാരായാലും അന്യ സംസ്ഥാനക്കാരായാലും സാരമില്ല. വിദ്യാഭ്യാസം എന്ന വളരെ ചെലവേറിയ മേഖലയിൽ നിന്ന് ഗവൺമെൻറ് പൂർണ്ണമായി പിന്മാറുന്നതിൻ്റെ തുടക്കം കുറിക്കാനാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരുടെയെങ്കിലും മക്കളെ പഠിപ്പിക്കാൻ എന്തിനാണ് ഗവൺമെൻറ് ഇത്രയും തല പുകയുന്നത്? പഠിക്കണമെന്നുള്ളവർ എവിടെയെങ്കിലും പോയി പഠിച്ചുകൊള്ളട്ടെ, വിദ്യാലയങ്ങൾ ആരും തുടങ്ങിക്കൊള്ളട്ടെ, അവിടെ ആർക്കും പ്രവേശിക്കാം, എന്ത് ലാഭവും കൊയ്തെടുക്കാം എന്ന നിലയിലേക്ക് ഗവൺമെൻറ് വിട്ടൊഴിയുകയാണ്. ഇത് സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാനായ വള്ളത്തോൾ 2 വരി പറഞ്ഞു.
വമ്പിച്ച വില മേടിച്ചിട്ട് അടിമത്തം വിറ്റിയിടുന്ന കമ്പോള സ്ഥലമല്ലോ നമുക്ക് വിദ്യാസ്ഥാനം. കവികൾ ക്രാന്തദർശികളാണ് യഥാർത്ഥ കവികൾ. എത്ര മഹത്തായ ഒരു ദർശനമാണ് മഹാകവി വള്ളത്തോൾ നടത്തിയതെന്ന് ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. ഇവിടുത്തെ സർവകലാശാല മേഖലയിലെ വിദ്യാഭ്യാസം മുഴുവനും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള ഏജൻസികൾക്ക് വിട്ടുകൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നു. സ്വമേധയാ ഗവൺമെൻറ് തയ്യാറാകുന്നു. ഈ മേഖല ഏതൊരു സംസ്ഥാനത്തിനെയും അതിപ്രധാന വ്യവസായ മേഖലയ്ക്ക് സമാനമാക്കി വളർത്തിയെടുക്കാൻ കഴിയും. മുടക്ക് മുതലിൻ്റെ നിരവധി ഇരട്ടി ലാഭം കൊയ്യാൻ കഴിയുമ്പോഴാണ് ഒരു സംരംഭം വ്യവസായത്തിൻ്റെ മുഖമായി മാറുന്നത്. വിദ്യാഭ്യാസ മേഖല, മെഡിക്കൽ, എൻജിനീയറിംഗ്, അതർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻസ്, ഇതെല്ലാം ഇനി സ്വകാര്യ കുത്തകകൾ അവരുടെ ഇഷ്ടാനുസരണം സ്ഥാപിക്കുകയും നടത്തുകയും ചെയ്യും. അവർക്ക് സൗകര്യമുള്ള ഫീസ് നിശ്ചയിച്ച് അവർ പഠിപ്പിക്കും കുട്ടികളെ. അതിൻ്റെ ഫീസ് കൊടുക്കാൻ കഴിയുന്നവൻ പഠിക്കും. ഇല്ലാത്തവരെ പറ്റി ആലോചിക്കേണ്ട കേന്ദ്രമല്ല അത്. വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ രാജ്യവും സമൂഹവും ലക്ഷ്യമിട്ട അനവധി മുന്നേറ്റ മേഖലകളുണ്ട്. അവിടേക്ക് എത്തി നോക്കാൻ ഈ നാട്ടിലെ അതീവ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളുടെ പിന്മുറക്കാർക്ക് സാധിക്കുകയില്ല. സമ്പന്നൻ എന്നും സമ്പന്നൻ തന്നെ. സമ്പന്നൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ, പണമുള്ളവൻ്റെയും ഉണ്ടാക്കിയവൻ്റെയും മക്കൾക്ക് പഠിക്കാൻ ഇപ്പോൾ ഗവൺമെൻറ് ആലോചിക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വളരെ പ്രയോജനപ്പെടും. അതിനുള്ള ഏജൻസികൾ സർക്കാരിനെ ഇക്കിളിപ്പെടുത്തി തുടങ്ങിയിട്ട് കാലങ്ങളായി. കടൽ വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ച ഒരു ഗവൺമെൻറ്, കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് വനത്തെ രക്ഷിക്കാൻ തീരുമാനിച്ച ഒരു ഗവൺമെൻറ്, കർഷകരുടെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി കൃഷി തന്നെ വേണ്ടെന്ന് വെച്ച ഒരു ഗവൺമെൻറ്, കുടിവെള്ളത്തിൽ എങ്ങനെ കൂടുതൽ പണമുണ്ടാക്കാമെന്ന് ആലോചിക്കാൻ ആളുകളുടെ കുടിവെള്ള സൗകര്യങ്ങൾ വെട്ടിയടയ്ക്കുന്ന ഒരു സർക്കാർ, വലിയ സാങ്കേതിക വൈഭവമൊന്നും മുടക്കാതെ പ്രകൃതിയുടെ ഉൽപ്പന്നമായി തന്നെ അല്പം സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന വൈദ്യുതി, സുലഭമായ വൈദ്യുതി, അനന്തമായ സാധ്യത, ആകാശത്തു നിന്നും വെള്ളത്തിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാവുന്ന വൈദ്യുതി എങ്ങനെ മിസ്മാനേജ്മെൻ്റ് കൊണ്ട് ജനങ്ങൾക്കൊരു ദുരിതമാക്കി മാറ്റാമെന്ന് ആലോചിച്ച് വിജയിച്ചു കൊണ്ടിരിക്കുന്ന, ആലോചിക്കുന്നവർ തന്നെ കൈയടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്ന ആ വൈദ്യുതി മേഖലയൊക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്. അവർക്ക് ഈ സംസ്ഥാനത്തെ അന്ധാളിപ്പിക്കാനും തകർക്കാനും വഴിയൊരുക്കുന്ന ഭാവിയിലെ വിദ്യാഭ്യാസ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളും വിദേശികൾക്ക്, വിദേശി എന്നങ്ങനെ പറയാൻ പാടില്ല, ഒരു പുതിയ ലോകത്ത് വിദേശി എന്ന് പറയുന്നത് പ്രസക്തിയുമില്ല. പക്ഷേ കേരളീയരുടെ കയ്യിൽ നിന്ന് ആ വിദ്യാഭ്യാസ മേഖല സമ്പൂർണ്ണമായി തട്ടിമാറ്റുകയാണ്. ഇപ്പോൾ തന്നെ കേരളത്തിലെ സ്ഥിതി എന്താണ്? പലതരം പേരുകളിൽ പ്രൈമറി, നഴ്സറി വിദ്യാഭ്യാസം മുതൽ സർവകലാശാല വിദ്യാഭ്യാസം വരെ പല ഏജൻസികളുടെ കയ്യിലാണ്. ഫീസ് കൊടുക്കാനും പുസ്തകം വാങ്ങാനും നിർവാഹമില്ലാത്ത കുട്ടികളുടെ പഠന കേന്ദ്രമായി സർക്കാർ സ്കൂളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്തെ വൻ മുടക്ക് മുതൽ, രക്ഷകർത്താക്കൾ മുടക്കുന്ന മുഴുവൻ പൈസയും സ്വകാര്യ ഏജൻസിയുടെ കയ്യിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വെൺകൊറ്റക്കുട പിടിച്ചു കൊടുക്കാവുന്ന സൗകര്യത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സങ്കേതങ്ങളെ അടങ്കലായി വിൽക്കാൻ
കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും ഗവൺമെൻറ്റും ഏറെക്കുറെ താത്വികമായ തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ജനങ്ങളെ അതിനൊന്ന് പാകപ്പെടുത്തിയെടുക്കണം. അതിനു വേണ്ടിയുള്ള പ്രചരണങ്ങളും സംഘടിത ഡിബേറ്റുകളും പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞു. എന്തിനാണ് നമ്മൾ വിദ്യാഭ്യാസത്തിൽ കിടന്ന് കടിക്കുന്നത്? അതൊക്കെ ചെയ്യാവുന്നവർ ചെയ്യട്ടെ. സർക്കാർ നീതിന്യായ പരിപാലനവും നിയമവാഴ്ചയും അങ്ങനെയുള്ള നിരവധി മേഖലകളിലേക്ക് സർക്കാർ പ്രവർത്തനം ആരംഭിച്ചുകൊള്ളാം, വ്യാപരിപ്പിച്ചുകൊള്ളാം. നമ്മുടെ ക്രമസമാധാന മേഖലയൊക്കെ എത്രയോ മനോഹരവും ഭദ്രവുമാണ്. നേരം വെളുത്താൽ നമ്മൾ കാണുന്ന വാർത്ത, വൈകുന്നത് വരെ ചാനൽ ഓപ്പൺ ചെയ്ത് വെച്ച് ഒരു ദിവസം ഇരുന്നാൽ എണ്ണിയാൽ തീരാത്ത കൊലപാതകങ്ങളുടെ ലിസ്റ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മക്കൾ ഒരു മനസ്സോടെ വൃദ്ധനായ അച്ഛനെ തല്ലിക്കൊന്നു. മരിച്ചോ എന്ന് സംശയം തീർക്കാൻ വേണ്ടി മറ്റൊരു മകൻ മൺവെട്ടി കൈകൊണ്ട് തലയടിച്ചു പൊട്ടിച്ചു, ഒന്നുകൂടി ഉറപ്പുവരുത്താൻ. വേറൊരു മകൻ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് ചവിട്ടി നൃത്തം ചെയ്തു. കേരളം വളരുകയല്ലേ? കേരളം മുന്നേറുകയല്ലേ? കേരളം വ്യവസായവൽകൃതമാവുകയല്ലേ? കേരളത്തിലെ പട്ടിണി മാറുകയല്ലേ? യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ മക്കൾ ഒരുമിച്ച് ചേർന്ന് അച്ഛനെ അടിച്ചും കുത്തിയും എറിഞ്ഞും ചവിട്ടിയും സ്നേഹപൂർവ്വം കൊന്നുകഴിഞ്ഞു. അവരുടെ അച്ഛനെ കൈകാര്യം ചെയ്യാൻ അവർ അന്യ ആളുകളെ ഒന്നും ഏൽപ്പിച്ചില്ല. ആ മക്കൾ തന്നെ ആ കർമ്മം നിർവഹിച്ചു. 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച് ഓമനിച്ച് മുലപ്പാൽ കൊടുത്ത് വളർത്തി, പാലൂട്ടി തേനൂട്ടി ചോറൂട്ടി വളർത്തിയ ഒരു മകൻ അമ്മയെ പ്ലാവിൻ്റെ കൊമ്പ് കൊണ്ട്, അതാണ് വളരെ സ്നേഹത്തോടെയാണ് ചെയ്തത്. പ്ലാവിൻ്റെ മറ്റൊരു തടി ഉപയോഗിച്ചില്ല, മുള്ളുള്ള മരത്തിൻ്റെ ഒന്നും ഉപയോഗിച്ചില്ല. പ്ലാവിൻ്റെ കൊമ്പ് കൊണ്ട് അമ്മയെ ആട്ടിമുട്ടി മർദ്ദിച്ച് ചതച്ച് അമ്മയെ കൊന്നു. സ്വന്തം അമ്മയെ ഇത്ര സ്നേഹത്തോടെ അമ്മയ്ക്ക് അവസാന യാത്ര നൽകാൻ ഇതുപോലൊരു മകന് മാത്രമേ സാധിക്കൂ. അതൊക്കെ ഇവിടെ നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രതിയോ പിടിച്ചോ എന്ന് ചോദിച്ചാൽ പ്രതി രംഗത്ത് വരാതെ എങ്ങനെ പിടിക്കുമെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ഭാഗത്തും വലിയ വീഴ്ചകൾ പൊതുവെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാക്കെടുത്ത രാഷ്ട്രീയക്കാരനും പൊതുപ്രവർത്തകരും എല്ലാം ആക്ഷേപിക്കുന്നത് പോലീസിനെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഇപ്പോഴത്തെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പുതിയ ഒരു വിപ്ലവ ഭാഷ്യം കോൺഗ്രസ് BJPക്ക് മണ്ണൊരുക്കുന്നു എന്നാണ്. അതിനൊരു രാഷ്ട്രീയ മറുപടി ഉണ്ട്, പക്ഷേ അത് സഭ്യേതരമായി കൂടല്ലോ. അതുകൊണ്ട് സമൂഹത്തോടും പ്രസ്ഥാനങ്ങളോടുമുള്ള ബഹുമാനം കൊണ്ട് അത്തരം ഒരു വാക്ക് ഉപയോഗിക്കുന്നത് മര്യാദയല്ല. ഒന്നുകൂടി ആലോചിക്കൂ. ഇന്ത്യയിൽ പൊക്കിൾ കൊടി ബന്ധമുള്ള 2 പാർട്ടികൾ BJPയും മാർക്സിസ്റ്റ് പാർട്ടിയുമാണ്. The real leaders of these two offices cannot deny this. ഈ 2 പാർട്ടിയുടെയും ഉത്തരവാദിത്വമുള്ള നേതാക്കൾക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല. 1925 ഇന്ത്യയിൽ RSSകാരൻ ഇന്ത്യയിലെ ഹിന്ദുവിൻ്റെ ഒരു രാഷ്ട്രം സ്ഥാപിക്കപ്പെടണമെന്ന ആഗ്രഹത്തോടെ രംഗത്ത് വന്നത്. അതിനു മുമ്പ് അകമീറുന്ന കച്ചേരി ഇടത്തേ ഉള്ളായിരുന്നു. 2 കൊല്ലം കഴിഞ്ഞ് 27 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് റഷ്യയിലുണ്ടായ മാറ്റത്തെ പിന്തുടർന്ന് ഇന്ത്യയിലും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. വീണ്ടും 5 വർഷം കഴിഞ്ഞ് 32 കേരളത്തിൽ ആ പ്രസ്ഥാനം കൊടികെട്ടി തുടങ്ങിയത്. അന്ന് മുതൽ കോൺഗ്രസിനെയും ഗാന്ധിജിയെയും നെഹ്റുവിനെയും
മൗലാന അബ്ദുൽ കലാം ആസാദിനെയുമൊക്കെ അപമാനിക്കാൻ എല്ലാ വഴിവിട്ട മാർഗങ്ങളും ആലോചിച്ചത്, സംഘടിതമായി ആലോചിച്ചത് ശത്രുവിൻ്റെ പൊതുശത്രുവിൻ്റെ ശത്രുക്കൾ ക്രമേണ മിത്രങ്ങളാകുന്നത് പോലെ ഇന്ത്യയിലെ BJP പിന്നീട് വന്ന പ്രസ്ഥാനത്തിൻ്റെ നാമരൂപാന്തരമാണ്. ആ BJPക്കാരനും മാർക്സിസ്റ്റുകാരനും ആണ്. മാർക്സിസ്റ്റുകാരൻ ആദ്യം ഇവിടെ വരുന്നത് മാർക്സിസ്റ്റ് എന്ന പേരിലല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിലാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും RSSകാരനും ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് കോൺഗ്രസിനെ ചെളിവാരി തേക്കാൻ സാധിച്ചത്. ഇന്നലത്തെ ഒരു വിചിത്ര പ്രഖ്യാപനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്നവൻ, പാർട്ടിയുടെ നേതാക്കന്മാർ, ഉന്നത പദവിയിലിരിക്കുന്നവർ മദ്യപിക്കാൻ പാടില്ല. ഇത് താമസിയാതെ നിയമം കൊണ്ടുവരും. കേരളത്തിൽ അവർ അരിയാഹാരവും കഴിക്കാൻ പാടില്ലെന്ന്. അതിൻ്റെ ഉത്തരവ് നമ്മൾ വിശദീകരിക്കുന്നത് ശരിയല്ല. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ദേശീയ രാഷ്ട്രീയ ഗതിവിധികൾ നോക്കുന്നവർക്കും അറിയാം, ഇന്ന് വേണ്ട അവസാനത്ത് BP സിംഗിനെ പ്രധാനമന്ത്രിയാക്കാൻ ഉറക്കമൊഴിഞ്ഞത് മഹാബുദ്ധിജീവിയായി രാജ്യം വാഴ്ത്തപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് താത്വികനായ ഒരു കേരളീയനാണ്. മനസ്സിലായില്ലേ? അതെല്ലാം കോൺഗ്രസിനോടുള്ള പകയും പ്രതികാരവുമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വികാരപരമായ പ്രവാഹം ആരംഭിച്ചത് വിദ്വേഷത്തിൽ നിന്നാണ്, വെറുപ്പിൽ നിന്നാണ്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രസ്ഥാനത്തിന് എത്ര കാലം ഒരു ഐഡിയോളജിയുടെ ഇൻറ്റഗ്രിറ്റിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കും? അതാണ് നാം ആലോചിക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ബ്രിട്ടീഷുകാരല്ല. ബ്രിട്ടീഷുകാർക്കെതിരെ ഒരക്ഷരം പറഞ്ഞ ചരിത്ര പുസ്തകങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവതരിപ്പിക്കാൻ സാധിക്കുമോ? അവർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്വകാര്യ ജീവിതത്തെ പരിശോധിക്കാൻ ഗവേഷണം പ്രഖ്യാപിച്ചവരാണ്. മഹാത്മാഗാന്ധി എവിടെയെങ്കിലും ഇവിടെ ഒന്ന് പിടിക്കാനൊക്കെ പോന്ന് നോക്കിയവരാണ്. മാർക്സിനും മദ്യത്തിനും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഞാൻ പറയുന്ന മര്യാദയല്ല. അതൊക്കെ പുസ്തകം വായിക്കുന്നവർക്ക് ക്രമേണ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിലെ അവശനും ദുർബലനുമായ സാമാന്യക്കാരൻ്റെ നിത്യജീവിതത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിച്ചു? അതാണ് ആദ്യത്തെ ചോദ്യം. വി വാണ്ട് ദ റിയൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഇവിടെ എത്രയോ പ്രാവശ്യം ഭരിച്ചു. എന്താണ് ഇവിടെ സ്ഥാപിച്ചത്? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രബുദ്ധരായ കേരളീയരും പ്രബുദ്ധരായ ഇന്ത്യക്കാരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വഴി ഇന്ത്യക്കോ കേരളത്തിനോ പ്രത്യേകിച്ച് മേന്മയുണ്ടാകുമെന്ന് ധരിക്കത്തക്കവണ്ണം ബൗദ്ധിക തലത്തിൽ തളർന്നു പോയിട്ടില്ല. സൈദ്ധാന്തികമായ പാപ്പരത്വം എന്ന് പറയുന്നില്ല, പറയേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിലും പറയുന്നില്ല. സൈദ്ധാന്തിക രംഗത്ത് എവിടെയൊക്കെയോ സംഭവിച്ചു പോയ പിഴവിൻ്റെ ദുർവ്യവഹാരങ്ങളുമായി, അതാണ് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുറവിളി കൂട്ടുകയാണ്. അവർക്ക് ഇന്ത്യയിലെ യുവാക്കൾക്ക് വേണ്ടി, ഇന്ത്യയിലെ കർഷകർക്ക് വേണ്ടി, ഇന്ത്യയിലെ മർദ്ദിത ജനവിഭാഗത്തിന് വേണ്ടി, ഇന്ത്യയിലെ അവശന്മാർക്ക് വേണ്ടി, ഇന്ത്യയിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യുവാനോ അവരെ മുന്നോട്ട് നയിക്കുവാനോ കഴിയുന്ന മുദ്രാവാക്യങ്ങളുണ്ടോ? ഇത്രയും മുദ്രാവാക്യ ശോഷണം സംഭവിച്ച ഒരു പ്രസ്ഥാനം കഴിഞ്ഞ 10, 78, 80 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട്, ഏതാണ്ട് 100 വർഷത്തിനടുത്തുള്ള പ്രവർത്തനം കൊണ്ട് മുദ്രാവാക്യ ശോഷണം അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എവിടെ വരെ ഉയരാൻ സാധിച്ചു എന്ന് അവരാലോചിക്കേണ്ടതാണ്. ശ്രീ പിണറായി വിജയൻ ഇവിടെ ഗവൺമെൻറ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡിപ്ലോമസി കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എബിലിറ്റി കൊണ്ടാണ്. അല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്ററുടെ പുതിയ അഭ്യാസം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമോ? അവരെ ഒന്നും വ്യക്തിപരമായി അനാദരിക്കുകയല്ല ഈ ചർച്ചയുടെ ഉദ്ദേശം. ഇന്ത്യയുടെ ശാശ്വതമായ പുരോഗതിക്ക് വേണ്ടി
അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഉയർച്ച സാധ്യമാക്കാൻ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യങ്ങൾക്കേ സാധിക്കൂ. അല്ല, കോൺഗ്രസ് ഇവിടെ നിന്ന് റോഡിൽ നടക്കുന്ന ഗോഗ്വാവളികൾക്കോ നാളെ ഞാൻ മുഖ്യമന്ത്രിയാവുമെന്ന് ആരെങ്കിലും പറയുന്നതോ അല്ല കോൺഗ്രസ്. കോൺഗ്രസ് പ്രത്യയശാസ്ത്രപരമായി ഒരുപാട് മുദ്രാവാക്യ ശുദ്ധിയുള്ള ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് മാത്രമേ ഇന്ത്യ എന്ന വലിയ രാജ്യത്തിൻ്റെ ദുരിതങ്ങൾ അവസാനിപ്പിക്കാൻ ക്രിയാത്മകമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ജാതിയും മതവും പറഞ്ഞ് അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ജനതയല്ല നമുക്ക് വേണ്ടത്. ജാതി മത ചിന്തകൾക്കൊക്കെ അതീതമായി നാടിൻ്റെ ശാശ്വത മോചനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ബുദ്ധിശോഷണത്തിനും അറുതി വരുത്തി മഹാകാര്യങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യമായി നമുക്ക് മാറണം, രാജ്യത്തെ മാറ്റണം. അതിനാണ് ഗാന്ധിയൻ പന്ഥാവുകളിലേക്ക് നടന്നടുക്കൂ, അതാണ് വഴി എന്ന് തിരിച്ചറിയൂ എന്ന് ഞങ്ങൾ വിനയത്തോടെ അപേക്ഷിക്കുന്നത്. നിർത്തട്ടെ. നമസ്കാരം. ജയ് ഹിന്ദ്.